മദ്യനയ അഴിമതിയിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂപേഷ് ബാഗലിനെതിരെ ഇഡി റെയ്ഡ്. ബാഗേലിന്റെ മകൻ ചൈതന്യ ബാഗേലിന്റെ വസതിയിലും ഓഫീസിലും റെയ്ഡ് നടക്കുന്നുണ്ട്. ജനകീയ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണ് റെയ്ഡെന്ന് കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. അച്യുതൻ, വിശദാംശങ്ങൾ എന്തൊക്കെ? ഗോപികൃഷ്ണൻ, കുറെ നാളുകൾക്ക് ശേഷമാണ് ഛത്തീസ്ഗഡിൽ വീണ്ടും ഇഡിയുടെ ഈ ഒരു നീക്കം അത് ഭൂപേഷ് ബാഗലിനെതിരെ ഉണ്ടാകുന്നത്. മദ്യനയ അഴിമതി കേസിലെ കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇന്ന് ഇഡി നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഭൂപേഷ് ബാഗേലിന്റെയും അതുപോലെ തന്നെ മകൻ ചൈതന്യ ബാഗേലിന്റെയും വസതിയിലും ഓഫീസിലുമായാണ് ഈ റെയ്ഡ്. അതായത് ഏതാണ്ട് 15 ഇടങ്ങളിലാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ഈ പരിശോധന നടത്തി വരുന്നത്. ചില രേഖകൾ പരിശോധിക്കുകയും ഇതിനോടകം ചെയ്തിട്ടുണ്ട്. ഇവരുമായി അടുത്ത ബന്ധമുള്ള ആളുകളുടെ സ്ഥാപനങ്ങളിലും ഇപ്പോൾ റെയ്ഡ് നടക്കുന്നതായാണ് വിവരം. ഏതാണ്ട് 2100 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നതായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപിക്കുന്നത്. അതായത് ഈ മദ്യനയത്തിലൂടെ നിയമവിരുദ്ധമായി പണം ഇവർ സ്വീകരിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഇഡി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ ഭൂപേഷ് ബാഗേൽ ഈ പരിശോധനയ്ക്ക് പിന്നാലെ ചില പ്രതികരണം നടത്തുകയുണ്ട്. അദ്ദേഹം പറഞ്ഞത് 7 വർഷമായി നടത്തുന്ന ഒരു കള്ളക്കേസാണിത്, അതുകൊണ്ട് തന്നെ തനിക്കിതിൽ ഭയമില്ല എന്നതാണ് ഭൂപേഷ് ബാഗേൽ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ BJP ആകട്ടെ ഇതിൽ കഴമ്പുണ്ട്, ഈ അഴിമതിയിൽ കഴമ്പുണ്ട്, വലിയ ഒരു കുംഭകോണമാണ് നടന്നത് എന്നടക്കമുള്ള ആരോപണങ്ങൾ BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. എന്തായാലും ഛത്തീസ്ഗഡിൽ ഭൂപേഷ് ബാഗലിനെതിരെ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു നീക്കം ഉണ്ടായിരിക്കുകയാണ്. ശരി, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.